വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ പരീക്ഷ ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഏപ്രിൽ മാസം 2-ാം തീയതി പരീക്ഷയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സോ കുറച്ച് ദിവസങ്ങൾ മാത്രം നിൽക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ക്ലാസ്സിൽ ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയൊരു ചാപ്റ്റർ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മുടെ സിലബസിനകത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ്. ചാപ്റ്ററിന്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു, ടൈം ആൻഡ് വർക്ക്. അതായത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തിയും സമയവും എന്നാണ് ചാപ്റ്ററിന്റെ പേര്. വളരെ എളുപ്പത്തിലുള്ള ചാപ്റ്റർ ആണ്, വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ മാത്രമാണ്. അതായത് കഴിഞ്ഞു പോയ പരീക്ഷകളിലെ ഒരു 10ാം ക്ലാസ് പ്ലസ് 2 നിലവാരത്തിൽ നടന്നുപോയ പരീക്ഷകളിലെ ചോദിച്ചു മാറിയ കുറച്ച് PYQ ആണ്. കറക്റ്റ് ഓർഡർ കിട്ടും, എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക എന്നുള്ള കാര്യത്തില് കറക്റ്റ് ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോവാം. മക്കളെ, ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഒരു ജോലി പൂർത്തിയാക്കാൻ രാജന് 6 ദിവസവും ബിനുവിന് 12 ദിവസവും വേണം എങ്കിൽ രണ്ടുപേരും കൂടി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ടൈപ്പ് 1 ആയിട്ട് തന്നെ പഠിക്കുന്ന ചോദ്യങ്ങളാണ്. തുടക്കം, അതായത് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ചോദ്യങ്ങളാണിത്. അപ്പൊ എളുപ്പമാർഗം നമ്മൾ മാത്രം ക്ലാസ്സിൽ പറയുന്നു. റിവിഷൻ ലെവലിൽ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ ക്ലാസ്. ഇതൊക്കെയാണ് മുൻ വർഷങ്ങളിലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടുപോയ ചോദ്യങ്ങൾ. അപ്പോൾ മക്കളെ, രാജു 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. രാജൻ അല്ലെങ്കിൽ രാജു, ആരെങ്കിലും ഒരാളുടെ പേര്. ബിനു 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അങ്ങനെ ഒരു വ്യക്തി, അതായത് എ എന്ന് പറയുന്ന ഒരാള് ഒരു ജോലി X ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കരുതുക. എ എന്ന് പറയുന്ന ഒരാള് ഒരു ജോലി X ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ഇനി ബി എന്ന് പറയുന്ന മറ്റൊരാള് അതേ ജോലി Y ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കരുതുക. എ ഒരു ജോലി X ദിവസം കൊണ്ടും ബി അതേ ജോലി Y ദിവസം കൊണ്ടും പൂർത്തിയാക്കും. രണ്ടുപേരും കൂടെ ഒരുമിച്ചാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്ന് ചോദിച്ചാൽ ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. അതായത് XY ഡിവൈഡഡ് ബൈ X പ്ലസ് Y ആണ് ഇക്വേഷൻ. സിമ്പിൾ ഇക്വേഷൻ. എപ്പോഴും സ്ഥിരമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് കാണുന്ന ഒരു ചോദ്യമാണ്. എ ഒരു ജോലി X ദിവസം കൊണ്ടും ബി അതേ ജോലി Y ദിവസം കൊണ്ടും പൂർത്തിയാക്കും. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താൽ ആ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യത്തെ വ്യക്തി 6 ദിവസം, രണ്ടാമത്തെ വ്യക്തി 12 ആണ്. ചെയ്യേണ്ടത് ആ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. ഈ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം. അതൊക്കെ ഏതൊക്കെയാണ്? XY. Xന്റെ വില 6 ആണ്, Yയുടെ വില 12. എടാ മക്കളെ, ആ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം. അതായത് 6ഉം 12ഉം കൂടെ ഗുണിച്ചു. ആ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ ആ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക. ഗുണിക്കുക, കൂട്ടുക, ഗുണിക്കുക, കൂട്ടുക. ആദ്യം ചെയ്യേണ്ടത് ആ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ ആ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക. അപ്പോൾ 12ഉം 6ഉം കൂടെ കൂട്ടിയാൽ 18 വരും. 18 ഒന്നും കൂടെ, അതായത് 2 വ്യക്തികൾ ഒരുമിക്കുമ്പോൾ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും എന്നാണ് ചോദിക്കുന്നതെങ്കിൽ സിമ്പിൾ ഐഡിയ, ആ 2 സംഖ്യകളുണ്ടല്ലോ, അതായത് ആ ഓരോ വ്യക്തികളും എടുക്കുന്ന ടോട്ടൽ ദിവസങ്ങളുടെ എണ്ണം അവർ തരുമല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് ആ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം. ആദ്യം ആ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ ആ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക. ഇത്രയും ചെയ്താൽ മതി. അപ്പൊ ഗുണിച്ചപ്പോൾ 6 × 12 ഡിവൈഡഡ് ബൈ കൂട്ടുമ്പോൾ
6ഉം 12ഉം കൂടെ കൂട്ടിയാൽ 18 വരും. ഇനി നമുക്ക് മക്കളെ ആണ്ട്ര ഈ 12ഉം 18ഉം കൂടെ വെട്ടിക്കൂടെ? വെട്ടാം. 12ഉം 18ഉം കൂടെ വെട്ടാം. എത്ര കൊണ്ട് വെട്ടാം? 6 കൊണ്ട് വെട്ടാം. 6ന്റെ ഗുണിതങ്ങളാണ്. 6ന്റെ ഗുണിതങ്ങളാണ്. 6 കൊണ്ട് വെട്ടാം. 6 കൊണ്ട് വെട്ടാം. 6ന്റെ ഗുണിതങ്ങളാണ്. 6 കൊണ്ട് വെട്ടാം. വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക. വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക. വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക. അങ്ങനെയാണെങ്കിൽ 6 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 6 കൊണ്ട് ഹരിക്കുക. 6 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 6 കൊണ്ട് ഹരിക്കുക. 6 കൊണ്ട് ഹരിക്കുക. 12നെ 6 കൊണ്ട് ഹരിച്ചാൽ 12നെ 6 കൊണ്ട് ഹരിച്ചാൽ 2 വരും. 18നെ 6 കൊണ്ട് ഹരിച്ചാൽ 6 വരും. 12നെ 6 കൊണ്ട് ഹരിച്ചപ്പോ 2 വന്നു. 18നെ 6 കൊണ്ട് ഹരിച്ചപ്പോ 3 വന്നു. ഇനി ഈ 3ഉം ഈ 6ഉം കൂടെ വെട്ടാം. 3 കൊണ്ട് വെട്ടാം. 3ന്റെ ഗുണിതങ്ങളാ. 3 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. 3നെ 3 കൊണ്ട് ഹരിച്ച 1 ആണ്. 6നെ 3 കൊണ്ട് ഹരിച്ച 2 വരും. 2ഉം 2ഉം കൂടെ ഗുണിച്ച 4. ഉത്തരം ഓപ്ഷൻ സി ആണ്, 4 ആണ്. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ 2 വ്യക്തികൾ ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന ആ 2 ദിവസങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ ആ 2 ദിവസങ്ങൾ തമ്മിൽ കൂട്ടുക. കഴിഞ്ഞു. ഇത്രയും ചെയ്താൽ 1 മാർക്കായി നമുക്ക്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു. ആൻസർ 4 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിച്ചോണേ, ഇതെല്ലാം PYQ ആണ്. എല്ലാം PYQ ആണ്. ഏറ്റവും അവസാനത്തെ പരീക്ഷകളിലെ കണ്ടുപോയ ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ നിർണായകമാണ്. ദീപു ഒരു ജോലി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അലൻ അതേ ജോലി 60 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. 2 പേരും ഒരുമിച്ച് ആ ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി അവസാനിക്കും അല്ലെങ്കിൽ പൂർത്തിയാക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ദീപു ഉണ്ട്, അതേപോലെ അലനുണ്ട്. ദീപു ആണെങ്കിൽ 20, അലനാണെങ്കിൽ 60. 2 പേരും കൂടെ ഒരുമിച്ചാൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞായിരുന്നു, ആ 2 ദിവസങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ കൂട്ടുക. അത്ര ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 20ഉം 60ഉം ആണ്. 20ഉം 60ഉം കൂടെ ഗുണിച്ചോ, ഡിവൈഡഡ് ബൈ ആ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 20ഉം 60ഉം കൂടെ കൂട്ടിയാൽ 80 വരും. ഒന്നും കൂടെ, ആദ്യം ആ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ ആ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടണം. അത്ര ചെയ്താൽ മതി. ഇവിടെ മക്കളെ 20ഉം 80ഉം കൂടെ വെട്ടിക്കളഞ്ഞൂടെ? എത്ര കൊണ്ട് വെട്ടാം? വേണമെങ്കിൽ 2 കൊണ്ട് വെട്ടാം, അല്ലെങ്കിൽ 5 കൊണ്ട് വെട്ടാം, അല്ലെങ്കിൽ 10 കൊണ്ട് വെട്ടാം, അതും അല്ലെങ്കിൽ ഒറ്റയടിക്ക് 20 കൊണ്ട് വെട്ടാം. ഒറ്റയടിക്ക് 20 കൊണ്ട് വെട്ടാം. 20 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 20 കൊണ്ട് ഹരിക്കുക. വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക. വെട്ടുക 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 എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക. അപ്പോൾ 20 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? 20 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 20നെ 20 കൊണ്ട് ഹരിച്ച 1 ആണ്. 80നെ 20 കൊണ്ട് ഹരിച്ച 4 ആണ്. 80നെ 20 കൊണ്ട് ഹരിച്ച 4 ആണ്. 20നെ 20 കൊണ്ട് ഹരിച്ച 1 ആണ്. 80നെ 20 കൊണ്ട് ഹരിച്ച 4 ആണ്. മക്കളെ 60നെ 4 കൊണ്ട് ഹരിച്ചാൽ 15. ഓപ്ഷൻ സി ആണ് ആൻസർ. 60നെ 4 കൊണ്ട് ഹരിച്ചു, ഉത്തരം 15 ആണ്. ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. അപ്പൊ 2 വ്യക്തികൾ വരുന്ന, ഒരാള് ഇത്ര ദിവസം കൊണ്ടും മറ്റൊരാള് ഇത്ര ദിവസം കൊണ്ടും പൂർത്തിയാക്കും. 2 പേരും കൂടെ ഒരുമിച്ചാൽ ടോട്ടല് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് ചോദിച്ചാൽ ആ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ ആ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക. ഇത്രയും ചെയ്താൽ 1 മാർക്ക് നമ്മുടെ പെട്ടിയിലെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുവിന് ഒരു ജോലി ചെയ്യാൻ 10 ദിവസം വേണം. അനുവിന് അതേ ജോലി ചെയ്യാൻ
15 ദിവസം വേണം. എങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ചെയ്യേണ്ട പരിപാടി, ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുക. ഗുണിക്കുക, കൂട്ടുക, ഗുണിക്കുക, കൂട്ടുക. അത്ര മാത്രം ആലോചിച്ചാൽ മതി. ഗുണിക്കുക, കൂട്ടുക, അത്രയും ചെയ്താൽ മതി. 15ഉം 10ഉം കൂടെ കൂട്ടിയാൽ 25 എന്ന് വരും. ഗുണിച്ചു, എന്നിട്ട് അവർ നമ്മൾ കൂട്ടി വെച്ചു. ഇവിടെ 25ഉം 15ഉം കൂടെ വെട്ടാം. 25ഉം 15ഉം 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. 15നെ 5 കൊണ്ട് ഹരിച്ചാൽ 3 ആണ്. 15നെ 5 കൊണ്ട് ഹരിച്ചാൽ 3 ആണ്. 25നെ 5 കൊണ്ട് ഹരിച്ച 5 ആണ്. 25നെ 5 കൊണ്ട് ഹരിച്ച 5 ആണ്. 25നെ 5 കൊണ്ട് ഹരിച്ച 5 ആണ്. അതേപോലെ 5ഉം 10ഉം കൂടെ വെട്ടാം. 5ഉം 10ഉം കൂടെ വെട്ടാം. 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക എന്നാണ്. വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. 5നെ 5 കൊണ്ട് ഹരിച്ച 1 ആണ്. 10നെ 5 കൊണ്ട് ഹരിച്ച 2 ആണ്. 10നെ 5 കൊണ്ട് ഹരിച്ച 2 ആണ്. 2ഉം 3ഉം കൂടെ ഗുണിച്ചാൽ 6 എന്ന് വരും. ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. 2 × 3 6 ആണ്. ഉത്തരം ഓപ്ഷൻ എ ആയിരുന്നു. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് കൂടുതലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഐഡിയ മനസ്സിലായല്ലോ. ഇനി ഒരു ചോദ്യം കൂടെ നോക്കാം. കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം കൂടുതൽ തറവാകും. അതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഒരേ ടൈപ്പിനകത്ത് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു ഭാഗം ഒന്ന് തറവാക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. രാമു ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അതേ ജോലി രവി ആണെങ്കിൽ 6, രാമു ആണെങ്കിൽ 3. ഇവിടെ ശ്രദ്ധിക്കുക, രാമു 3, രവി ആണെങ്കിൽ 6 ദിവസം. രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ജോലി ചെയ്താൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യം ഇത് രണ്ടും കൂടെ ഗുണിക്കുക, 3 × 6, എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടുക, 3ഉം 6ഉം കൂടെ കൂട്ടിയാൽ 9 വരും. ഗുണിച്ചു, കൂട്ടി. 3ന്റെ മൂന്നാമത്തെ ഗുണിതമാണ് 9. 3 കൊണ്ടാ വെട്ടിയത്. 3 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക. 3 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. 3നെ 3 കൊണ്ട് ഹരിച്ച 1, 9നെ 3 കൊണ്ട് ഹരിച്ച 3. എടാ മക്കളെ, 6നെ 3 കൊണ്ട് ഹരിച്ചാൽ നമ്മളുടെ ഉത്തരം 2 ആണ്. ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. 6നെ 3 കൊണ്ട് ഹരിച്ചാല് 2 ആണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. എല്ലാവർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേ മോഡലിൽ വീണ്ടും രാമു 6 ദിവസം, രമ 8 ദിവസം. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച്, അതായത് രാമുവും രമയും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും എന്നാണ് ചോദ്യം. പറഞ്ഞു, രണ്ടും കൂടെ ഗുണിക്കുക, എന്നിട്ട് രണ്ടും കൂടെ കൂട്ടുക. 6ഉം 8ഉം കൂടെ കൂട്ടിയാൽ 8ഉം 6ഉം 14 എന്ന് വരും. ആദ്യം രണ്ടും കൂടെ ഗുണിച്ചു, 6 × 8 ഗുണിച്ചു, ഡിവൈഡഡ് ബൈ രണ്ടും കൂടെ കൂട്ടി വെച്ചു, 6ഉം 8ഉം കൂടെ കൂട്ടിയാൽ 14 വരും. ഇനി വെട്ടിക്കൂ. ഇവിടെ 6ഉം 14ഉം കൂടെ വെട്ടാം. 6ഉം 14ഉം കൂടെ വെട്ടാം. 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥം. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3 വരും. 14നെ 2 കൊണ്ട് ഹരിച്ചാൽ 7 എന്ന് വരും.
ഇനി വെട്ടാനില്ല, കാരണം 7ന്റെ ഗുണിതങ്ങളൊന്നും മേളിയില്ല. അപ്പൊ ഒറ്റ തവണ 2 കൊണ്ട് വെട്ടാൻ പറ്റുള്ളൂ. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3 വരും. 14നെ 2 കൊണ്ട് ഹരിച്ച 7 വരും. ഇനി ഒന്നുമില്ല വെട്ടാന്. 3 × 8 24 വരും. ഡിവൈഡഡ് ബൈ 7. 24/7 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് വിഷമ ഭിന്നമാണ് 24/7. ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് വിഷമ ഭിന്നം അല്ല. പിന്നെന്തുമായിരിക്കും? എടാ വിഷമ ഭിന്നം അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് കിടക്കുന്ന ഓപ്ഷൻ നോക്കിയാല് മിശ്ര ഭിന്ന സംഖ്യയാണ് കിടക്കുന്നത്. അപ്പൊ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു മിശ്ര ഭിന്ന സംഖ്യ ആക്കി മാറ്റാനാണ് ചോദ്യം. എളുപ്പമോ? നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. മിശ്ര ഭിന്നമാക്കി മാറ്റാൻ എളുപ്പമാണ്. അതായത് ആ 24നെ 7 കൊണ്ട് ഹരിക്കണം. 24നെ 7 കൊണ്ട് ഹരിക്കണം. 24/7 ആണ് കിട്ടിയത്. 24നെ 7 കൊണ്ട് ഹരിക്കുക. 24നെ 7 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 3 7 21 ശിഷ്ടം 3. കണ്ടോ? ഇനി നിങ്ങൾ പോയിന്റിലേക്ക് പോകരുത്. പോയിന്റിലേക്ക് പോകാതെ സ്റ്റോപ്പ് ചെയ്യണം. പോയിന്റിലേക്ക് പോകാൻ പാടില്ല. എന്നിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എഴുതണം. ആന്റി ക്ലോക്ക് വൈസ്. ആദ്യം ഹരണഫലം എഴുതുക. എടാ മക്കളെ, ഹരണഫലം 3 ആണ്. പിന്നെ ഹാരകം എഴുതണം. ഹാരകം അല്ലെങ്കിൽ ഡിവൈസർ. ഹാരകം 7 ആണ്. ഹാരകത്തിന്റെ മുകളിലെ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ 3. ഈ ആൻസർ ഓപ്ഷൻ അകത്തുണ്ടോ നോക്കിയാൽ മതി. അതായത് 3ഉം 7ൽ 3 ഒരു ആൻസർ ഉണ്ടോ നോക്കുക. ഉണ്ടല്ലോ. ഓപ്ഷൻ ഡി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം വിഷമ ഭിന്ന സംഖ്യ. ഓപ്ഷൻ അകത്തില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. കിട്ടിയ വിഷമ ഭിന്നത്തിനെ മിശ്ര ഭിന്നമാക്കി മാറ്റിയാൽ മതി. എളുപ്പമാണ്. എഴുതുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കുക. അതായത് ആദ്യം ഹരണഫലം എഴുതണം. പിന്നെ ഹാരകം എഴുതുക. ആ ഹാരകം ഡിവൈസർ സൈഡിൽ കിടക്കുന്നത്. പിന്നെ താഴെ കിടക്കുന്ന ശിഷ്ടം ഇതിന്റെ മുകളിൽ കൊണ്ടുവന്ന് എഴുതണം. ഹാരകത്തിന്റെ മുകളിലാണ് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ വരേണ്ടത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതാണ് ചോദിച്ചത്. ഇനി വളരെ നല്ലൊരു ചോദ്യമാണ്. ഇത് നമ്മൾ റീസെന്റ് ആയിട്ട് കണ്ടുപോയ ചോദ്യം. ഒരു ജോലിയുടെ 1/4 ഭാഗം 2.5 ദിവസം കൊണ്ട് തീർക്കും. ബി അതേ ജോലിയുടെ 1/2 ഭാഗം 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അങ്ങനാണെങ്കിൽ എടാ ഈ 2 പേരും കൂടെ ഒരുമിച്ച് ആ ജോലി ചെയ്തു കഴിഞ്ഞാല് എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും എന്നാണ് ചോദ്യം. 2 പേരും കൂടെ ചേർന്ന് ആ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. റീസെന്റ് PYQ ആണ്, ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മള് ആരെങ്കിലും ഒരാള് എ എന്ന് പറയുന്ന ഒരാള് എ എന്ന് പറയുന്ന ഒരാള് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ജോലി 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കരുതുക. ഒരു ജോലി 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ജോലി 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കുവാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവ്, എടാ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവാണ് 1/5. ഇതാണ് അതിന്റെ മീനിങ്. ഒരു ജോലി 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ അളവാണ് എന്ത്? 1/5. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ അളവ് കണ്ടുപിടിക്കണം. അതാണ് ടാസ്ക്. ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ അളവ് കണ്ടുപിടിക്കണമെന്ന്. അതെളുപ്പോ? അവര് ടോട്ടൽ ഡേയ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ ഒരു ദിവസത്തെ വർക്കായി. അങ്ങനെയാണെങ്കിൽ ഒരു ജോലി 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അപ്പൊ ഒരു ദിവസത്തെ ജോലിയുടെ അളവ് എത്രയാണ്? 1/8. റെസിപ്രോക്കൽ എടുത്താൽ പോരെ, മതി. സി എന്ന് പറയുന്ന ഒരാള് ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അങ്ങനെയാണെങ്കിൽ
ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ അളവെന്ന് പറഞ്ഞാൽ 1/10 ആണ്. അപ്പോൾ ടോട്ടൽ ഡേയ്സിന്റെ റെസിപ്രോക്കൽ എടുത്താൽ ഒരു ദിവസത്തെ ജോലിയുടെ അളവ് കിട്ടും. അതേപോലെ ഒരു ദിവസത്തെ ജോലിയുടെ അളവിന്റെ റെസിപ്രോക്കൽ വിൽക്രമം എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഡേയ്സ് കിട്ടും. പറയാം, ഒരു ജോലി 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ അളവ് എത്ര? 1/5. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ അളവ് 1/5 ആണെങ്കിൽ ആ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണം എത്ര? 5. അപ്പോൾ ടോട്ടൽ ഡേയ്സിന്റെ റെസിപ്രോക്കൽ വിൽക്രമം തലതിരിച്ചാൽ ഒരു ദിവസത്തെ കിട്ടും, അതിനെ തലതിരിച്ചാൽ ടോട്ടൽ ഡേയ്സും കിട്ടും. മറന്നുപോരുത്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോണേ, 2.5 ദിവസം കൊണ്ടാണ് 1/4. നമുക്ക് വേണ്ടത് ഒരു ദിവസത്തെ വർക്ക്. 2.5 ദിവസം കൊണ്ട് 1/4. അപ്പോൾ 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം 2.5 എന്ന് പറഞ്ഞാൽ 5/2 ആണ്, 5ന്റെ പകുതിയാണ്. 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5/2 ആണ്. അല്ലെങ്കിൽ 2.5 ദിവസം കൊണ്ട് 1/4. 2.5 ദിവസം കൊണ്ടാണ് 1/4. 2.5 ദിവസം കൊണ്ട് 1/4 ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട്, ഇത് 2.5 ആണ് 2.5 ആണ് കേട്ടോ. 2.5 ദിവസം കൊണ്ട് 1/4 ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എത്ര എന്ന് കണ്ടുപിടിക്കാൻ ഈ 2.5 എടുത്ത് അപ്പുറത്തേക്ക് ഒന്ന് തട്ടിയാൽ പോരെ, മതി. 2.5 ദിവസം കൊണ്ട് 1/4 ആണെങ്കിൽ ഒരു ദിവസം കൊണ്ടുള്ളത് കണ്ടുപിടിക്കാൻ ഇവിടെ കിടക്കുന്ന 2.5 എടുത്ത് അപ്പുറത്തേക്ക് തട്ടുക. അപ്പോൾ 2.5 താഴെ പോവും. അപ്പോൾ 1/4 അവിടെ കിടപ്പുണ്ട്. 2.5 ദിവസം കൊണ്ട് 1/4, 2.5 ദിവസം കൊണ്ടാണ് 1/4. അപ്പോൾ ഒരു ദിവസത്തെ എത്ര എന്ന് ചോദിച്ചാൽ ഈ 2.5 അപ്പുറത്തേക്ക് പോവും. അപ്പൊ 2.5 ഇവിടുത്തെ 2.5 അപ്പുറത്തേക്ക് പോയാൽ അത് ഹരണത്തിലേക്ക് പോകും. ഇങ്ങനെ വരും, ഹരണത്തിലേക്ക് അങ്ങ് പോകും. 2.5 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും? 10 അല്ലേ വരുന്നത്? 2.5 × 4 10 വരും. 2.5 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് 10 വരും. അപ്പോൾ ഒരു ദിവസത്തെ വർക്ക് 1/10 ആണെന്ന് മനസ്സിലായില്ലേടാ? ഒരു ദിവസത്തെ വർക്ക് 1/10 ആണെന്ന് മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത്. ഒരു ദിവസത്തെ വർക്കാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പറയാം, ആരാ ഒരു ജോലിയുടെ 1/4 ഭാഗം 2.5 ദിവസം കൊണ്ട് ആര് ചെയ്യും? ചെയ്യുമെന്നല്ലേ പറഞ്ഞത്. എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് കരുതുക. എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ആയിട്ട് എടുക്കുക. അപ്പോൾ ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നായില്ലേ അതിന്റെ മീനിങ്? അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ എന്ന് പറയുന്ന ഒരാള് 2.5 ദിവസം കൊണ്ട് 4/1 ജോലി ചെയ്യുമെങ്കിൽ 2.5 ദിവസം കൊണ്ട് 4/1 ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ആ 1/4 ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന 2.5 അപ്പുറത്ത് പോകുമ്പോൾ ഹരണമാവും, 1/10 വരും. അതായത് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ അളവാണ്. ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ അളവ് 1/10 ആണെങ്കിൽ നമ്മൾ പറയും ആകെയുള്ള ദിവസങ്ങളുടെ എണ്ണം 1/10ന്റെ റെസിപ്രോക്കൽ 10 ഡേയ്സ് എടുത്താൽ മതി. ഇനി ബി എന്ന് പറയുന്ന ആള് 4 ദിവസം കൊണ്ട് 1/2. എടാ മക്കളെ, 4 ദിവസം കൊണ്ടാണ് 1/2. 4 ദിവസം കൊണ്ട് 1/2. എടാ 4 ദിവസം കൊണ്ട് 1/2 ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഈ 4 അപ്പുറത്തേക്ക് പോയി ഗുണനത്തിലേക്ക് പോയി. അത് ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഹരണത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ 2 × 4 എന്ന് വരും. കാരണം ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന 4 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരണത്തിലേക്ക് പോകും. അപ്പോൾ 1/8 എന്നായി. പ്രീവിയസ് ആണേ, ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ ചോദ്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കത്തില്ല പരീക്ഷയ്ക്ക്. എല്ലാ ചോദ്യങ്ങളും സിമ്പിൾ ആയിട്ട് ചോദിക്കത്തില്ല, ശ്രദ്ധിക്കണം. അപ്പോൾ ബി എന്ന് പറയുന്ന ഒരാള് ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവാണ് 1/8. അങ്ങനാണെങ്കിൽ ആ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണം എത്ര? 8 അല്ലടാ? 8 വരും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുന്നു.
ഫുൾ ദിവസങ്ങളുടെ റെസിപ്രോക്കൽ എടുത്താൽ ഒരു ദിവസത്തെ വർക്ക് കിട്ടും, ഒരു ദിവസത്തിന്റെ റെസിപ്രോക്കൽ എടുത്താൽ ഫുൾ ഡേ കിട്ടും. തിരിച്ചു മറിച്ച് ഓർത്തിരിക്കണം നിങ്ങൾ. അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. 2.5 ദിവസം കൊണ്ട് 1/4 ആണെങ്കിൽ ഒരു ദിവസം 1/10, അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ ടോട്ടൽ ഡേയ്സ് 10. 4 ദിവസം കൊണ്ട് 1/2, അപ്പൊ ഒരു ദിവസം കൊണ്ട് 1/8, അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ ഫുൾ ഡേ. അപ്പോൾ A10 B8, A10 A ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും, ബി അതേ ജോലി 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. രണ്ടുപേരും കൂടെ ഒരുമിച്ചാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് ചോദിച്ചത്. ഗുണിക്കുക 10 × 8 ഡിവൈഡഡ് ബൈ കൂട്ടുക 10ഉം 8ഉം കൂടെ കൂട്ടിയാൽ 18. വെട്ടാം, 8ഉം 18ഉം കൂടെ വെട്ടാം. 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. 8നെ 2 കൊണ്ട് ഹരിച്ച 4, 18നെ 2 കൊണ്ട് ഹരിച്ച 9. ഇനി ഒന്നുമില്ല വെട്ടാന്, കാരണം 9ന്റെ ഗുണിതങ്ങളൊന്നും മേളിയില്ല. അപ്പോൾ 10 × 4 40 വരും. 40/9 എന്നൊരു ആൻസർ ഉണ്ടോ നോക്കുക. 40/9 ഉണ്ടോ? ഇല്ല, 40/9 ഇല്ല. അപ്പോൾ കിട്ടിയ ഉത്തരം വിഷമ ഭിന്നമാണ്. അതിന് തുല്യമായ മിശ്ര ഭിന്ന സംഖ്യ കണ്ടുപിടിക്കണം. എടാ മക്കളെ, 40നെ 9 കൊണ്ട് ഹരിക്കണം. 40നെ 9 കൊണ്ട് ഹരിക്കുക. 4 9 36, ശിഷ്ടം 4 വരും, ശിഷ്ടം 4 വരും. 40നെ 9 കൊണ്ട് ഹരിച്ച 4 9 36, ശിഷ്ടം 4 വരും. ഇനി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആദ്യം ഹരണഫലം, പിന്നെ ഹാരകം, ഹാരകത്തിന്റെ മുകളിൽ ശിഷ്ടം. ഈ ആൻസർ ഉണ്ടോ നോക്കിക്കോ. 4ഉം 9ൽ 4, ഓപ്ഷൻ ബി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. 4ഉം 9ൽ 4 ദിവസം എന്ന് ഓർത്തിരുന്നാൽ മതി, അതാണ് ആൻസർ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു ദിവസത്തെ വർക്ക് കണ്ടുപിടിച്ചിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ ടോട്ടൽ ഡേയ്സ് കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇവിടെ ചെയ്തത്. വളരെ നല്ല ചോദ്യമാണ്. ഒരിക്കൽ കൂടി നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത് ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത്. ഇതിന്റെ ബാക്കി ക്ലാസ് തുടർച്ചയായിട്ട് വീണ്ടും അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ എക്സാം ഹാളിൽ എഴുതുന്ന അതേ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നല്ലതായിരിക്കത്തില്ലേ? അപ്പൊ നമുക്കൊരു കറക്റ്റ് ആധികാരികത കിട്ടുമല്ലോ. നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയെക്കുറിച്ച് നിലവാരത്തിന്റെ ഒരു അടിസ്ഥാനം കിട്ടും നമുക്ക്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ നേതൃത്വത്തില് ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സിലബസ് മാറ്റം വരുത്തിയതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആ സിലബസ്, പുതിയ സിലബസിന്റെ അടിസ്ഥാനത്തിൽ 100 മാർക്കിന്റെ ഒരു പരീക്ഷ അത് നമ്മൾ നടത്തുന്നത് ഫെബ്രുവരി 4-ാം തീയതി, 5-ാം തീയതി, 6-ാം തീയതി 3 ദിവസങ്ങളിലെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് പരീക്ഷയ്ക്ക്. അപ്പൊ അതിന്റെ ലിങ്ക് ഉണ്ടല്ലോ, ആ പരീക്ഷ എഴുതേണ്ട ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ കയറി ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അതിന്റെ ഐഡിയ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ, വിശദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സൗകര്യം കൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നല്ല പരീക്ഷയാണ്. കേരളത്തിലെ ഈ പരീക്ഷ, അതായത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷ എഴുതുന്ന ഒരുവിധപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ മോക്ക് എക്സാം എഴുതുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ കിട്ടും നമ്മൾ എത്രാമതാണ് നമ്മുടെ റാങ്ക് കിടക്കുന്നത്, ഇനി എത്രത്തോളം നമ്മൾ പഠിച്ചാൽ നമ്മൾ എത്രത്തോളം മുമ്പിലേക്ക് എത്തും എന്നൊക്കെയുള്ള കാര്യത്തിൽ കറക്റ്റ് ഐഡിയ കിട്ടും. സോ ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.